ശബരിമല തന്ത്രിക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി നൽകിയ ഉത്തരവ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ജനുവരി 11-ാം തീയതി ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു, തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം, ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം എന്താണ് എന്ന് വ്യക്തമായി പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത SITക്കുണ്ട്. പറഞ്ഞില്ലേ? ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ അത് വിശദമായി പറയുന്നില്ല. മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും, മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും, തന്ത്രിയെ അറസ്റ്റ് ചെയ്താലും എന്ത് കാരണത്തിൻ്റെ പേരിലാണ്, അവർക്ക് എന്ത് പങ്കാളിത്തമാണ് അതിനകത്തുള്ളത് എന്ന് പറയണം എന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനുവരി 11-ാം തീയതി നിങ്ങളുടെ കയ്യിലൊക്കെ ലൈബ്രറിയിൽ കാണുമല്ലോ. അത് ജനുവരി 11-ാം തീയതി ഞാൻ തന്നെ പറഞ്ഞു. ഇപ്പോൾ കോടതി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അത് കുറെ കൂടി വിശാലമായി പറഞ്ഞിരിക്കുന്നു. ഒരു തെളിവും ഇല്ലാതെ, ഈ ഒരു കുറ്റകൃത്യത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ 41 ദിവസം ജയിലിലിട്ടത് എന്തിനാണ് എന്ന് SIT പറയണം. കാരണം CPM നേതാക്കൾക്കെതിരായി ആരോപണങ്ങൾ മൂർച്ച വെച്ചപ്പോൾ അതിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനത്തിൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ളൊരു ആരോപണമുണ്ട്. അല്ല, ഞാൻ നിരപരാധിയാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒരാളെ, തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം, എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, ഏത് ഒഫൻസാണ് ചെയ്തിട്ടുള്ളത്, ഏത് സെക്ഷനാണ് അദ്ദേഹത്തിനെതിരായി അട്രാക്ട് ചെയ്യപ്പെടുന്നത് എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. അതെന്നെ കോടതി പറഞ്ഞത് അയോട്ട ഓഫ് എവിഡൻസ് പോലും ഇല്ലെന്ന, തെളിവിന്റെ ഒരു അംശം പോലും ഇല്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഈ അന്വേഷിക്കുന്ന കേസ് സൂപ്പർവിഷൻ ഡിവിഷൻ ബെഞ്ചിന്റെയാണ്. ആ ഡിവിഷൻ ബെഞ്ച് ഗൗരവതരമായി എന്തുകൊണ്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് അന്വേഷിക്കണം. SIT പൊതുസമൂഹത്തോട് പറയണം. അല്ല, അത് ഞങ്ങൾ പറഞ്ഞല്ലോ. ശബരിമല സ്വർണ്ണക്കേസ് പോകുന്നത് ഒരു തെളിവുമില്ലാതെ മുഴുവൻ പ്രതികളും പുറത്തിറങ്ങി, മനസ്സിലായല്ലേ? എല്ലാ തെളിവും കൂടി നശിപ്പിച്ച് ഒന്നുമില്ലാതെ അവസാനിക്കും. അല്ല, നിങ്ങൾക്ക് എന്തിനാ അത്ര അസ്വസ്ഥത? കോൺഗ്രസ് വിട്ട് എത്ര പേര് CPMൽ പണ്ട് ചേർന്നു ഞങ്ങളുടെ ഭരണം പോയപ്പോ? ഇല്ലേ? അവർക്കെല്ലാം എന്തെല്ലാം സാധനങ്ങളാണ് കൊടുത്തത്? എന്തെല്ലാം സാധനങ്ങളാണ് കൊടുത്തത്? ഞാൻ അവരൊക്കെ പേര് പറയണ്ടല്ലോ. എന്തെല്ലാം സാധനങ്ങൾ കോൺഗ്രസ് വിട്ട് CPM ചേർന്ന ഒരു മുതിർന്ന നേതാക്കളല്ല, 2ാം നിരയിലും 3ാം നിരയിലും പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഈ ഭരണത്തിൽ തന്നെ പങ്കാളിത്തം കൊടുത്തല്ലോ. കോൺഗ്രസ് വിട്ടുപോയവർക്കെതിരെ കോൺഗ്രസിൽ ആരെങ്കിലും ചേരുമ്പോൾ എന്തിനാ ഇത്ര അസ്വസ്ഥത?